നമസ്കാരം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിടവാങ്ങിയിരിക്കുകയാണ്. രാജ്യത്ത് ഇപ്പോൾ ഔദ്യോഗിക ദുഃഖാചരണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കോൺഗ്രസിന് ഒന്നടങ്കം നാണക്കേടുണ്ടാക്കിയ ഒരു മരുമകനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സോണിയാഗാന്ധിയുടെ മരുമകൻ, നമ്മുടെ രാഹുൽജിയുടെ അളിയൻ, വയനാട് MP പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര തന്നെയാണ് ഇതിലെ കഥാനായകൻ. ഇതിനു മുമ്പ് നിരവധി അവസരങ്ങളിൽ റോബർട്ട് വാദ്ര സോണിയ കുടുംബത്തിന്റെയും ഒപ്പം കോൺഗ്രസിനെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ സമുന്നത നേതാവ് കൂടിയായ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ച ഈ സന്ദർഭത്തിലും കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് മരുമകൻ. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ അനുശോചനം അറിയിച്ചുള്ള ഒരു സന്ദേശം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ, അതായത് നമ്മുടെ പഴയ ട്വിറ്ററിൽ വാദ്ര പോസ്റ്റ് ചെയ്തതാണ് ഈ വിവാദത്തിനെല്ലാം കാരണമായത്. അതിലെന്താണ് ഇത്ര തെറ്റെന്ന് ചോദിക്കാൻ വരട്ടെ. പോസ്റ്റ് ചെയ്ത കണ്ടന്റിൽ ഒരു പ്രശ്നവുമില്ല, എന്നാൽ പോസ്റ്റ് ചെയ്ത സമയത്തിലാണ് കുഴപ്പമുള്ളത്. ഡൽഹി എയിംസ് മരണം സ്ഥിരീകരിക്കുന്നതിന് മുൻപായാണ് മരുമകൻ അനുശോചനക്കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വാദ്രയുടെ വെരിഫൈഡ് ട്വിറ്റർ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ് മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അനുശോചനം അറിയിക്കുകയും ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. ഡൽഹി എയിംസ് രാത്രി 9:51 സിംഗിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. അതിന് 28 മിനിറ്റ് മുമ്പ് രാത്രി 9:23 വാദ്രയുടെ പോസ്റ്റ് ലൈവായി. ഇതിനെതിരെ BJP-യിൽ നിന്നുൾപ്പെടെ കടുത്ത പ്രതികരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BJP IT സെൽ മേധാവി അമിത് മാളവ്യ സോഷ്യൽ മീഡിയയിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഔദ്യോഗിക മെഡിക്കൽ ബുള്ളറ്റിൻ വരെ കാത്തിരിക്കാതെ ഗാന്ധി കുടുംബത്തിലെ ഒരാൾ മുൻ പ്രധാനമന്ത്രിയുടെ മരണം പ്രഖ്യാപിക്കുന്നത് അനുചിതമാണെന്നാണ് അമിത് മാളവ്യയുടെ ഒരു പ്രധാന വാദം. ഇത് BJP-യുടെ ഔദ്യോഗിക പ്രതികരണം എന്ന നിലയിൽ തന്നെ കണക്കാക്കാവുന്നതാണ്. മുൻ പ്രധാനമന്ത്രിയുടെ ഒരു മുതിർന്ന നേതാവിന്റെ മരണം ഏതു രീതിയിലാണ് സ്ഥിരീകരിക്കപ്പെടേണ്ടത്, ആരാണ് സ്ഥിരീകരിക്കേണ്ടത്, അതിന് പ്രോട്ടോകോൾ എന്താണ് എന്നിങ്ങനെ ഒരു ബോധവുമില്ലാതെയാണ് റോബർട്ട് വാദ്ര ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ലൈക്ക് കിട്ടാൻ വേണ്ടി എന്തും പോസ്റ്റ് ചെയ്യുന്ന സാധാരണ സോഷ്യൽ മീഡിയ ജീവികളുടെ നിലവാരമാണ് റോബർട്ട് വാദ്ര കാണിച്ചത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ പുലർത്തേണ്ട ജാഗ്രതയും ഒപ്പം ഉത്തരവാദിത്വവും ഇതൊന്നും കൂടാതെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡായ ഒരു കുടുംബത്തിലെ അംഗം എന്ന റെസ്പോൺസിബിലിറ്റി ഇതൊന്നും കാണിക്കാതെ കോൺഗ്രസിനെ ഒന്നാകെ നാണം കെടുത്തിയിരിക്കുകയാണ് വാദ്ര. കനത്ത പ്രതിഷേധത്തെ തുടർന്ന് വാദ്ര പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ഉണ്ടായ ആശയക്കുഴപ്പത്തിന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യമായൊന്നുമല്ല റോബർട്ട് വാദ്ര എന്ന മരുമകൻ കോൺഗ്രസ് പാർട്ടിയെ ഒന്നാകെ വെട്ടിലാക്കുന്നത്. ഗാന്ധി കുടുംബത്തിന്റെ മരുമകനായ റോബർട്ട് വാദ്ര വളരെ വിവാദപരമായ ഒരു വ്യക്തിത്വമുള്ള ഒരു ബിസിനസ്സുകാരനാണ്. നിരവധി ആരോപണങ്ങളുടെ ഒരു പരമ്പരയിലൂടെ അടയാളപ്പെടുത്തിയ പേരാണ് വാദ്രയുടേത്. അധികാരത്തിന്റെ ഇടനാഴികളിൽ നിഴലായി നിൽക്കുകയും ബിസിനസ് സാമ്രാജ്യം വളർത്തുകയും ചെയ്ത ഒരു കഥയാണ് റോബർട്ട് വാദ്രയുടേത് എന്ന് വേണമെങ്കിൽ പറയാം. 1969 ഏപ്രിൽ 18 ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ ജനിച്ച റോബർട്ട് വാദ്ര ഒരു സമ്മിശ്ര പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് രാജേന്ദ്ര വാദ്ര പിച്ചള, മരം, കരകൗശല ബിസിനസ് ഒക്കെ നടത്തിയിരുന്ന ഒരാളായിരുന്നു. മാതാവ് മൗറിന് ചില സ്കോട്ടിഷ് വേരുകൾ ഉണ്ടായിരുന്നു. റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന കോർപ്പറേറ്റ് ആയ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറാണ് റോബർട്ട് വാദ്ര. പല ബിസിനസ് ഇടപാടുകളും വലിയ ആരോപണങ്ങൾക്ക് വഴിവെച്ചിട്ടുമുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ വിവാദങ്ങളിലൊന്ന് DLF ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ ആണ് 2012 ഈ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത്. റിയൽ എസ്റ്റേറ്റ് ഭീമനായ DLF-ൽ നിന്ന് 65 കോടി രൂപ ലഭിച്ചതായും ഗുഡ്ഗാവിലെ ചില ഡിസ്കൗണ്ട് അപ്പാർട്ട്മെന്റുകളൊക്കെ വാങ്ങിച്ചെന്നുമൊക്കെയായിരുന്നു ഈ ആരോപണം. ഈ ആരോപണം അക്കാലത്ത് ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് കാരണമായി. വാദ്ര തന്റെ കുടുംബ ബന്ധങ്ങൾ ഉപയോഗിച്ച് ബിസിനസ് വളർത്തുകയാണെന്ന് വ്യാപകമായി ആരോപണം ഉയർന്നു. ഈ DLF ഇടപാടിനപ്പുറം വാദ്രയ്ക്കെതിരെ കടുത്ത ഒരു തുടർ ആരോപണങ്ങൾ, ആരോപണങ്ങളുടെ തുടർച്ചയാണ് ഉണ്ടായത്. ഹരിയാനയിലെയും രാജസ്ഥാനിലെയും ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചതായുള്ള ആരോപണം ഉയർന്നു. ബിക്കാനീർ ഭൂമി ഇടപാട് കേസിൽ പാവപ്പെട്ട ഗ്രാമീണരുടെ പുനരധിവാസത്തിനായി നിർദ്ദേശിക്കപ്പെട്ട ഭൂമി അതിന്റെ വിപണി മൂല്യത്തിലും വളരെ കുറച്ച്, അതായത് തുച്ഛമായ തുകയ്ക്ക് വാദ്രയുടെ കമ്പനി ഏറ്റെടുത്തതായുള്ള ആരോപണവും ഉയർന്നു. അനധികൃത സ്വത്ത് സമ്പാദനം, മണി ലോണ്ടറിംഗ് ആരോപണവും വാദ്രയ്ക്കെതിരെ ഉയർന്നിരുന്നു.
ലണ്ടനിലെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടതും ഉയർന്ന വാല്യൂവിലുള്ള മറ്റിടപാടുകളുമായി ബന്ധപ്പെട്ടതും ഒക്കെയുള്ള നിരവധി കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങൾ വാദ്രയ്ക്കെതിരെ വന്നിട്ടുണ്ട്. വിവാദ ആയുധ ദല്ലാൾ സഞ്ജയ് ഭണ്ഡാരിയുമായി വാദ്രയ്ക്ക് ബന്ധമുണ്ടെന്നുള്ള തെളിവുകൾ പുറത്തു വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ ബോണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടും വാദ്രയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു. രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് കേട്ടിരുന്നത് BJP അധികാരത്തിൽ വന്നാൽ ആദ്യം അകത്തു പോകുന്നത് റോബർട്ട് വാദ്ര ആയിരിക്കും എന്നൊക്കെയാണ്. എന്നാൽ BJP മൂന്നാം ടേമിൽ അധികാരത്തിൽ എത്തിയിട്ടും റോബർട്ട് വാദ്ര പുറത്തു തന്നെയുണ്ട്. റോബർട്ട് വാദ്ര കാരണം പലതവണ പാർട്ടി തന്നെ പ്രതിരോധത്തിലായിട്ടും കോൺഗ്രസും ഒപ്പം പാർട്ടി പ്രവർത്തകരും മരുമകനെ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഭാവിയിൽ റോബർട്ട് വാദ്രയുടെ മകൻ കോൺഗ്രസിനെ നയിക്കാൻ വരേണ്ടതാണല്ലോ എന്ന ചിന്ത കൊണ്ടൊക്കെ ഇപ്പോഴേ ന്യായീകരിക്കുന്നതാവാനാണ് സാധ്യത. എന്തായാലും മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.